ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് 93% ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തുന്നത് എന്ന ലേറ്റസ്റ്റിൽ വന്ന സെബിൻ്റെ റിപ്പോർട്ടിനെ അപഗ്രഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. സെബിയുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാം. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് വെച്ച ജസ്റ്റ് ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാൻ പറ്റും. അപ്ഡേറ്റഡ് സെബി സ്റ്റഡീസ് റിവീൽസ് 93% ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് ഇൻകേർഡ് ലോസസ് ഇൻ F&O between financial year 22 to 24. Okay. Aggregate losses exceed 1.8 lakh crore over 3 years. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ അഗ്രഗേറ്റ് ആയിട്ടുള്ള, അതായത് ടോട്ടലി വന്ന ഇവരുടെ ലോസ് എന്ന് പറയുന്നത് 1.8 lakh crore rupees ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ന്യൂബീസ്, അതായത് പുതിയതായിട്ട് വരുന്ന ട്രേഡേഴ്സാണ് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിലായാലും അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ വന്നിട്ട് അവർ എൻഡൈസ് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ മോഹിപ്പിച്ചു ഒരുപാട് ട്രേഡേഴ്സിനെ, അല്ലേ? ഒരുപാട് ട്രേഡേഴ്സിനെ മോഹിപ്പിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് അവരിൽ നിന്ന് എന്താ പറയുക, അവരെ പഠിപ്പിച്ച് കൊടുക്കുന്നതിനുള്ള ഫീസ് പലതും കളക്ട് ചെയ്ത് അവരെ എന്താ പറയുക ബ്രോക്കറിനെ റെഫർ ചെയ്തുകൊണ്ട് അവർ ഒരുപാട് വരുമാനം നേടി. അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒന്നും അറിയാത്ത ആളുകളെ പിടിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നഷ്ടം വരുത്തി വെച്ചിട്ട് ഇത്രയും വലിയൊരു ലോസിലേക്ക് കടന്നു, അല്ലെ? അതിനുശേഷമാണ് സെബി ഇപ്പം കർശനമായിട്ടുള്ള പല തീരുമാനങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലേ? അതിൽ ഒരു തീരുമാനം തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇനേബിൾ ആയിട്ടുണ്ട്, അല്ലേ? എന്താണ്? ഒരുപാട് എക്സ്പയറീസ് നമുക്ക് വീക്കിലി കിട്ടിക്കൊണ്ടിരുന്നിട്ട് ഇപ്പം ഏകദേശം 2 മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലേ? അതായത് സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയും മാത്രം. അതിനു മുമ്പ് നമുക്ക് ഫിൻ നിഫ്റ്റി ഉണ്ടായിരുന്നു, മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ടായിരുന്നു, ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ഉണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ ഒരുപാട് ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു, അല്ലേ? ബാങ്ക് നിഫ്റ്റി ഒക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്നതാണ്. അതുവരെ ഇപ്പം നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ലോട്ട് സൈസ് കൂട്ടി. ലോട്ട് സൈസ് മീൻസ് ഇപ്പം നമുക്ക് പണ്ട് നിഫ്റ്റി 25 എടുക്കാൻ പറ്റിയിരുന്നത് ഇപ്പം നമുക്ക് ഒരു ലോട്ട് എന്ന് പറയുന്നത് 75 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പം നമ്മൾ അധികം സമയം കളയുന്നില്ല, നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രേഡിംഗ്, ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോണ്ടന്റ്സും നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങളുടെ മനസ്സിൽ കൈവച്ച് പറയണം, നിങ്ങൾ എത്രത്തോളം പേര് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നിങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം സെബിയുടെ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്, അല്ലേ? ഒരുപാട് ട്രേഡേഴ്സ് ലോസ് ചെയ്യുന്നുണ്ടല്ലേ മണി. സെബീസ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് റിവീൽസ് ദാറ്റ് 93% ഓഫ് റീറ്റെയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സ് ലൂസ് മണി. നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ വൈ ട്രേഡേഴ്സ് ഫെയിൽ ആൻഡ് ഹൗ യു ക്യാൻ അവോയ്ഡ് മിസ്റ്റേക്സ്. നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യാൻ പോകുന്നത് മെയിൻ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഈ 93% ട്രേഡറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, ബാക്കിയുള്ള 7% ട്രേഡർ ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു 93% ട്രേഡർ ചെയ്യുന്ന മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബബിലിറ്റി കൂടുന്നതായിരിക്കും. ട്രേഡിംഗ് ഈസ് നോട്ട് എ ഷോർട്ട് കട്ട് ടു വെൽത്ത്, ഇറ്റ്സ് എ സ്കിൽ ദാറ്റ് റിക്വയർസ് ഡിസിപ്ലിൻ. ട്രേഡിംഗ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ഒരു പൈസ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമല്ല, അല്ലെ? പെട്ടെന്ന് ഒരു അർദ്ധരാത്രി കൊണ്ട് നമ്മൾ ഇത്രയും പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു വീക്ക് കൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഡബിൾ ആക്കുന്ന ഒരു മെത്തേഡൊന്നുമല്ല ട്രേഡിംഗ്. ട്രേഡിംഗും ഒരു ബിസിനസ് തന്നെയാണ്. എല്ലാ ബിസിനസ്സുകാരും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്ത് മാത്രമേ ഫോക്കസ് ചെയ്യൂ. എന്നാൽ ട്രേഡിങ്ങിലോട്ടേക്ക് വരുമ്പം അവരുടേതായിട്ടുള്ള ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുന്ന അവർക്ക് എന്താ പറയുക, ഇപ്പം ഡെറിവേറ്റീവ് സെഗ്മെൻ്റ് ആണെങ്കിൽ അവർ ഓപ്ഷൻസ് ഗ്രീക്സ് എന്നാണ് അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലേ? ഡെൽറ്റ, ഗാമ, വിക, തീറ്റ പോലെയുള്ള വളരെ ശക്തമായിട്ട് ഓപ്ഷൻ്റെ പ്രൈസ് അല്ലെങ്കിൽ പ്രീമിയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്ക ശേഷിയുള്ള പല കാര്യങ്ങളും അറിയാതെയാണ് ഇത്ര പുതിയ ട്രേഡേഴ്സ് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത്. അവർ ജസ്റ്റ് മാർക്കറ്റിൻ്റെ എന്താ പറയുക വളരെ ചെറിയൊരു പ്രൈസിൽ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ വാങ്ങാം അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ ഹൈ ക്വാണ്ടിറ്റി സാധനം വാങ്ങും. ബട്ട് അത് ലോസിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ആണ് 80 മുതൽ 90% വരെയുള്ളത് ഒരു ഓപ്ഷൻ ബയ്യറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ, അല്ലേ? അതായത് 33.33% മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ ബയ്യറിൻ്റെ കേസിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ്. അതും ഒരു എക്സ്പയറി ഡേറ്റിൻ്റെ കേസ് ആണെങ്കിൽ അന്ന് വളരെ ശക്തമായിട്ടും തീറ്റ ഡികെ സംഭവിച്ചിട്ട് നിങ്ങളുടെ ഓപ്ഷൻ 0യിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം 0യിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്.
സെബിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് നമ്മൾ പറയുന്നത്. എക്സാക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ അടിയിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, ഒരു 2-3 പേജ് മാത്രമേ ഉള്ളൂ. 93% ഓഫ് ട്രേഡേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ് ഇൻ FNO മേക്ക് ലോസസ്. ആവറേജ് ലോസ് പെർ ട്രേഡർ എത്രയാണ്? 1.1 lakh. അതുപോലെ തന്നെ 7% മോസ്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എക്സ്പീരിയൻസ് ട്രേഡർ, അതായത് മാർക്കറ്റിൽ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ്, ഇപ്പം PR സുന്ദറിനെ പോലെ അല്ലെങ്കിൽ ഷിജുമോൻ ആന്റണിയെ പോലെയുള്ള അത്രത്തോളം 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചുരുക്കം ചിലർ മാത്രമേ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നുള്ളൂ. അവർ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ 7% ആണ്. ആ 7%-ൽ പോലും ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത് വളരെ വളരെ ലോ ആണ്, അല്ലേ? അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. റീറ്റെയിൽ FNO പാർട്ടിസിപ്പേഷൻ ഹാസ് ഇൻക്രീസ്ഡ് 500% ഇൻ ദ ലാസ്റ്റ് 3 years. അതായത് കഴിഞ്ഞ 3 വർഷ കാലയളവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് മുമ്പുള്ള ടോട്ടൽ നമ്പർ ഓഫ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം 500 മടങ്ങ്, 500% ഒരു വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ടോ? ബിറ്റർ ട്രൂത്ത് ഓഫ് FNO ട്രേഡിംഗ് ഇൻ ഇന്ത്യ. സെബി റിപ്പോർട്ട് റിവീൽസ് ഹൗ 93% റീറ്റെയിൽ ട്രേഡേഴ്സ് ലോസ്റ്റ് ₹1.8 lakh crore ഇൻ ലാസ്റ്റ് 3 years. ഓക്കെ, നിങ്ങൾ ശക്തമായിട്ട് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണിത്. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രേഡ് എടുത്തുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിന് മാർക്കറ്റിൽ നിന്ന് നഷ്ടം വരുത്തിക്കൊണ്ടേയിരിക്കും. ഹൂ ആർ ദ ലോസേഴ്സ്? ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരാണ് ലോസേഴ്സ്? ന്യൂ ട്രേഡേഴ്സ് വിത്ത് ലിറ്റിൽ ഓർ നോ എക്സ്പീരിയൻസ്. മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും പല രീതിക്കുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ശ്രമമുണ്ട്. പ്രോഫിറ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുക, അല്ലെങ്കിൽ ലൈവ് ട്രേഡിൻ്റെ വീഡിയോ കാണിച്ചിട്ട് അവർ എൻഡൈസ് ചെയ്യിപ്പിക്കുക. 50,000 രൂപ, 5 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഒക്കെ കാണിച്ചിട്ട് അവരെ മാർക്കറ്റിലേക്ക് ഇറക്കും, അല്ലേ? എന്നിട്ട് എന്ത് സംഭവിക്കും? അവരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കും. ഓക്കെ, മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇപ്പം ഒരു ഡിമാറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? അതായത് KYC ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 5-10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് അതിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? പിന്നീട് ഒരു 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ ആക്റ്റീവ്ലി ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. അതാണ് മറ്റൊരു റീസൺ. ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം പെട്ടെന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളിപ്പോൾ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പല പേപ്പർ ശരിയാക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങണം, പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ജോലിക്കാരെ നിയമിക്കണം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ട്രേഡിങ്ങിൻ്റെ കേസിൽ അങ്ങനെയല്ല, അല്ലേ? നമുക്കിപ്പോൾ ക്യാപിറ്റൽ ഉണ്ടോ, ഇപ്പം മാർക്കറ്റിലേക്ക് ഇറങ്ങി പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പീപ്പിൾ ട്രീറ്റിംഗ് FNO ലൈക്ക് ഗ്യാംബ്ലിംഗ് ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രാറ്റജിക് ട്രേഡിംഗ്. പല ട്രേഡേഴ്സും എന്താണ് സംഭവിക്കുന്നത്? അവർ ഒരു ചൂതാട്ടം പോലെയാണ് ട്രേഡിങ്ങിനെ കാണുന്നത്. ഇപ്പം എക്സ്പയറി ഡേയിലെ ഒരു സമയത്ത് 3 PM, അതായത് 3 PM ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ ഉണ്ട്, അല്ലേ? ആ എക്സ്പയറി ഡേയുടെ സമയത്ത് പ്രീമിയം വളരെ ലോയിൽ നിൽക്കുന്ന ഒരു ടൈമിൽ ഹൈ ക്വാണ്ടിറ്റി പ്രീമിയം വാങ്ങിയിട്ട് മാർക്കറ്റിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതിനെയാണ് ഗ്യാംബ്ലിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊരു ക്യാപിറ്റൽ നിക്ഷേപിക്കുന്നു, ഒരു ലോട്ടറി എടുക്കുന്നു, എന്താണ് നിങ്ങൾക്ക് അവസ്ഥ, കിട്ടി പോയാൽ പോയി. ആ ഒരു രീതിക്കാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. ഭൂരിഭാഗം ന്യൂബീസ് ആയിട്ടുള്ള ട്രേഡേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ട്രേഡേഴ്സ് യൂസിങ് ഹൈ ലെവറേജ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് റിസ്ക്. അതായത് മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈലി ലെവറേജ്ഡ് ആണല്ലേ. അതായത് നിങ്ങൾക്ക് ചെറിയൊരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങാനുള്ള റൈറ്റോ അല്ലെങ്കിൽ വിൽക്കാനുള്ള ഒരു റൈറ്റോ ലഭിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയ ക്യാപിറ്റൽ മതി എന്നുള്ളത് കൊണ്ടാണ്. അത് ഹൈ ലെവറേജ് എടുക്കുന്നു. അത് ഇൻഹെറന്റ് റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരുപാട് ട്രേഡേഴ്സ്, ഒരുപാട് ന്യൂബീസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഹൈ ലെവറേജ് എടുത്ത് കൂട്ടുന്നു. ദോസ് ഹു ഡോണ്ട് ഫോളോ എ ട്രേഡിംഗ് പ്ലാൻ ഓർ എ റിസ്ക് മാനേജ്മെന്റ്. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഇല്ല അവർക്ക്, അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, പൊസിഷൻ സൈസിങ് എന്താണെന്ന് അറിയില്ല. പൊസിഷൻ സൈസിങ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ട്രേഡിംഗ് സൈക്കോളജി ഒരു ട്രേഡറിനെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നല്ല ശക്തമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് കിട്ടും. വൈ ഡു 93% ഓഫ് ട്രേഡേഴ്സ് ഫെയിൽ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാരണം തന്നെയായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൻ്റെ മുമ്പിൽ ചുമരിലങ്ങാറ്റ് പോയി ഒട്ടിച്ച് വെക്കുക. ലാക്ക് ഓഫ് നോളജ്, ട്രേഡിംഗ് വിതൗട്ട് പ്രോപ്പർ സ്ട്രാറ്റജി ഓർ ലേണിംഗ്.
നിങ്ങളിത് വീണ്ടും വീണ്ടും കാണുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇത്രയും ലോസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വരുത്തുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ നമ്മുടെ ട്രേഡിംഗ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു അപഗ്രഥനം നിങ്ങൾക്ക് കിട്ടും. ഓവർ ലെവറേജ്, ടേക്കിംഗ് എക്സസീവ് റിസ്ക് ആൻഡ് ഗെറ്റിംഗ് മാർജിൻ കോൾസ്. ഇമോഷണൽ ട്രേഡിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ട്രേഡിംഗ് സൈക്കോളജി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇമോഷണൽ ട്രേഡിംഗ്, ഗ്രീഡ്, ഫിയർ എന്താ എന്നൊക്കെ. ഹൈ കോസ്റ്റ്, ബ്രോക്കറേജ് ഫീസ്, ടാക്സസ് ആൻഡ് ചാർജസ് ഈറ്റ് യുവർ പ്രോഫിറ്റ്സ്. ബ്രോക്കറേജിൻ്റെ ചാർജും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. സെബീസ് മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ട്രേഡേഴ്സ്. സെബി ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ മെഷറാണ് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവും, ഇൻക്രീസ്ഡ് മാർജിൻ റിക്വയർമെൻറ്റ്സ് ടു കൺട്രോൾ റിസ്ക്. അതായത് നമുക്കിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടും പണം ആവശ്യം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സ്ട്രിക്റ്റർ റെഗുലേഷൻ ഓൺ റീറ്റെയിൽ F&O ട്രേഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഇപ്പം പുതിയൊരു റൂള് കൊണ്ടുവന്നത് ലൈവ് ട്രേഡിംഗ് പോലെയുള്ള സംഭവം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ തടയിടുന്ന രീതിയിൽ പല മെഷേഴ്സും ഇപ്പം ഓൾറെഡി സെബി കൊണ്ടുവന്നിട്ടുണ്ട്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് ഫിനാൻഷ്യൽ ലിറ്ററസി. പല രീതിക്കുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, അതായത് ടി വിയിൽ പരസ്യങ്ങളിലൂടെ ആയാലും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഡിമെറ്റീരിയൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇമെയിലിലേക്ക് പല രീതിക്കുള്ള എന്താ പറയുക ബിവെയർ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മൾ മാർക്കറ്റിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു റിസ്ക് ഒക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലുള്ള പല ഇമെയിൽസും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. പിന്നെ എന്താണ് പോസിബിൾ റെസ്ട്രിക്ഷൻ ഓൺ F&O ട്രേഡിംഗ് ഫോർ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഫ്യൂച്ചർ. ഇനി ഭാവിയിലും ശക്തമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഹൗ ക്യാൻ യു അവോയ്ഡ് ലോസ് മണി? അത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ലേൺ ബിഫോർ യു ട്രേഡ്. ശക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് ഓഫ് എ സ്റ്റോക്ക്. ടെക്നിക്കൽ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പാറ്റേൺസ് ഒക്കെ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് അറിയുക അല്ലേ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോ തന്നെയാണ്. പിന്നെ ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. നെവർ റിസ്ക് മോർ ദാൻ 2% ഓഫ് യുവർ ക്യാപിറ്റൽ ഇൻ വൺ ട്രേഡ്. അത് ഒരു ട്രേഡ് നിങ്ങൾ ചെയ്യുമ്പം ആ ട്രേഡിൽ ഓവറോൾ ലോസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും 2%-ൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം രൂപക്കാണ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ ആ ട്രേഡിൽ ആ ഒറ്റ ട്രേഡ് അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾ യാതൊരു കാരണവശാലും 20,000 രൂപയ്ക്ക് മുകളിൽ ലോസ് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അവോയ്ഡ് ഓവർ ലെവറേജ്. ട്രേഡ് വിത്ത് യുവർ ഫിനാൻഷ്യൽ കപ്പാസിറ്റി. അത് നിങ്ങൾക്ക് എത്ര ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ലോസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. ആ ഒരു അളവിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നിങ്ങൾ ലെവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഹാവ് എ ട്രേഡിംഗ് പ്ലാൻ, ഡിഫൈൻ എൻട്രി, എക്സിറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് സ്ട്രാറ്റജി. അതായത് ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി പ്രീവിയസ്ലി മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇത്ര സ്റ്റോപ്പ് ലോസ് വേണം, ഇത്ര ടാർഗറ്റ് വേണം. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന് മുമ്പ് നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഗ്രീഡ്, ഫിയർ പോലെയുള്ള ഇമോഷൻസ് കൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് നിങ്ങൾ അതൊക്കെ കൺട്രോൾ ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിൽ ദീർഘകാലം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഫൈനൽ തോട്ട്സ് ആൻഡ് കോൾ ടു ആക്ഷൻ. എന്താണ് നമ്മൾ പറയുന്നത് വെച്ചാൽ അവസാനമായിട്ട് F&O ട്രേഡിംഗ് ഈസ് നോട്ട് ഗാംബ്ലിംഗ് ബട്ട് വിത്തൗട്ട് നോളജ് ഇറ്റ് ബിക്കം വൺസ്. അതൊരു ചൂതാട്ടമല്ല. അത് നിങ്ങൾ റമ്മി സർക്കിൾ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ മറ്റ് പല പ്രോബബിലിറ്റിക്കൽ ഗെയിം കളിക്കുന്ന പോലെയല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതല്ലത് മറ്റ് ചൂതാട്ടമല്ല. ബട്ട് വിത്തൗട്ട് നോളജ് ഇറ്റ് ബിക്കം വൺ. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിവില്ല എങ്കിൽ ഇതും ഒരു ചൂതാട്ടമായിട്ട് മാറും. ഡെറിവേറ്റീവ് ഗെയിം എന്ന് പറയുന്ന F&O ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഒരു ചൂതാട്ടമായിട്ട് മാറും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഇല്ല എങ്കിൽ. സെബി റിപ്പോർട്ട്സ് ഈസ് എ വേക്കപ്പ് കോൾ, ട്രേഡ് സ്മാർട്ട് നോട്ട് ബ്ലൈൻഡ്ലി. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചേരുന്ന ഒരു ബിവെയർ മെസ്സേജാണ്. അതായത് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. അതായത് ഈ ഒരു പ്രോബബിലിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. അതായത് ഭാവിയിലും 93% ട്രേഡർ മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുത്താനുള്ള പോസിബിലിറ്റി ആണ് ഉള്ളത് എന്നാണ് സെബി പറഞ്ഞു തരുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ട്രേഡിംഗ് സ്ട്രാറ്റജിയിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിലായാലും കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ട് നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് സെബീസ് ഫൈൻഡിംഗ്സ്? കമന്റ് ബിലോ. നിങ്ങൾ സെബിയുടെ ഈ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഈ കണ്ടുപിടുത്തത്തിനോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഭാവിയിലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പല മെഷേഴ്സും സെബി കൊണ്ടുവരും എന്ന് ആണോ നിങ്ങളുടെ അഭിപ്രായമെന്നും തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പേഴ്സണൽ ഫിനാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ,
ട്രേഡ് സ്മാർട്ട് നോട്ട് ബ്ലൈൻഡ് നോളജ് ഈസ് യുവർ എഡ്ജ്. ഓക്കെ, വളരെ സ്മാർട്ട് ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കണ്ണും പൂട്ടി യാതൊരു കാരണവശാലും ഒരു ട്രേഡും എടുക്കാതിരിക്കുക അല്ലേ. ഇൻ ട്രേഡിംഗ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു മേക്ക്, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു ഡോണ്ട് ലോസ്. ആ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ക്യാപിറ്റൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നാളെയും മറ്റന്നാളും നെക്സ്റ്റ് മന്തും നെക്സ്റ്റ് ഇയർ ഒക്കെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.